പാകിസ്ഥാനും പാകിസ്ഥാനിലെ തീവ്രവാദവും വാർത്തകളിൽ വീണ്ടും നിറയുകയാണല്ലോ. ലോകത്തിലെ 33ാമത്തെ വലിപ്പം കൂടിയ രാജ്യം, ലോകത്തിലെ 5ാമത്തെ ജനസാന്ദ്രത കൂടിയ രാജ്യം, ഇന്ത്യയ്ക്കും ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇന്തോനേഷ്യയ്ക്കും തൊട്ടു താഴെ 5ാമത്തെ ജനസാന്ദ്രത കൂടിയ രാജ്യമായി പാകിസ്ഥാൻ നിലനിൽക്കുകയാണ്. പാകിസ്ഥാൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഇസ്ലാമാബാദ് ആണെങ്കിലും കറാച്ചിയാണ് പാകിസ്ഥാൻ്റെ സാമ്പത്തിക തലസ്ഥാനമായി ഏറ്റവും വലിയ പട്ടണമായി അറിയപ്പെടുന്നത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഇറാനും ചൈനയുമൊക്കെ പാകിസ്ഥാൻ്റെ അതിർ രാജ്യങ്ങളാണ്. ഒമാനുമായി പാകിസ്ഥാൻ സമുദ്രാതിർത്തി പങ്കുവെക്കുന്നുണ്ട്. കണക്കുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാനിൽ 242 മില്യൺ ആൾക്കാരാണ് തിങ്ങി നിറഞ്ഞ് പാർക്കുന്നത്. എന്താണ് പാകിസ്ഥാൻ്റെ യഥാർത്ഥ പ്രശ്നം? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് തന്നെ പാകിസ്ഥാനും മോചനവും സ്വാതന്ത്ര്യവും കിട്ടിയതാണ്. അന്നത്തെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന മുഹമ്മദ് അലി ജിന്നയുടെ ആകെക്കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഡ്രീം, സ്വപ്നം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു സ്വന്തം രാജ്യം വേണം എന്നുള്ളതായിരുന്നു. സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ഇടയിൽ നിന്ന് മാത്രമല്ല, എന്നാൽ ഹൈന്ദവരുടെ ഇടയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് മറ്റൊരു രാജ്യമായി, മുസ്ലിം രാജ്യമായി തുടരണം എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നവും ആഗ്രഹവും. മുസ്ലിം രാജ്യമായി മാറണം എന്നായിരുന്നു മുഹമ്മദ് അലി ജിന്നയുടെ ആഗ്രഹമെങ്കിലും 1947 അങ്ങനെ ഒരു രാജ്യം പിറന്ന സമയത്ത് അദ്ദേഹം എല്ലാവരെയും ആ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ദിസ് കൺട്രി മേ ബിലോങ് ടു എനി റിലീജിയൻ, കാസ്റ്റ് ഓർ ക്രീഡ്. ഈ രാജ്യം ഏത് മതത്തിനും ഏത് വിശ്വാസത്തിനും ഏത് വർഗത്തിനും ആർക്കും താമസിക്കുവാൻ പറ്റിയ ഒരു രാജ്യമായിരിക്കുമെന്ന് അദ്ദേഹം 1947 പ്രഖ്യാപനം നടത്തിയതാണ്. സ്വാതന്ത്ര്യം 1947 ലഭ്യമായെങ്കിലും 1956 പാകിസ്ഥാന് സ്വതന്ത്രമായിട്ടുള്ള ഒരു ഭരണഘടന ഉണ്ടായത്. എന്നാൽ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് മുഹമ്മദ് അലി ജിന്ന 1947 നടത്തിയ പ്രഖ്യാപനം മറന്നു കളഞ്ഞു. 1956 ഭരണഘടനയിൽ പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആയിത്തീരും എന്നുള്ളത് പ്രഖ്യാപനം ചെയ്യുകയും അത് ഭരണഘടനയിൽ എഴുതി ചേർക്കുകയും ഉണ്ടായി. ആ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടന പോലെ ഒരു മതേതര ഭരണഘടന ആയിരുന്നില്ല, എന്നാൽ മതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണഘടനയായിരുന്നു 1956 പാകിസ്ഥാന് ലഭ്യമായത്. അതിനകത്ത് ഒരു ഇസ്ലാമിക രാജ്യമായി പാകിസ്ഥാൻ മുന്നോട്ട് പോകുമെന്നും, അതുമാത്രമല്ല ഇസ്ലാമികമായിട്ടുള്ള എന്തിനെങ്കിലും ചോദ്യം ചെയ്യുകയോ ഇസ്ലാമികമായിട്ടുള്ള എന്തിനെതിരെയെങ്കിലും ആരെങ്കിലും നിൽക്കുകയോ ചെയ്താൽ അവർക്കെതിരെ ചുമത്തുവാനുള്ള ഏറ്റവും വലിയൊരു കുറ്റവും ബ്ലാസ്ഫമി എന്നുള്ളൊരു കുറ്റവും അല്ലെങ്കിൽ മതനിന്ദ എന്ന് പറയുന്നൊരു കുറ്റവും കുറ്റകൃത്യമായി ഭരണഘടനയിൽ എഴുതി ചേർത്തു. പാകിസ്ഥാൻ്റെ പീനൽ കോഡിലെ 295 സെഷൻ സിയിൽ മതനിന്ദ എന്ന് പറയുന്ന ആ ഒരു ഭാഗം എഴുതി ചേർത്തപ്പോൾ അത് പാകിസ്ഥാനിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമായി തീരുമെന്ന് അത് എഴുതി ചേർത്തവർക്ക് വളരെ നിശ്ചയമുണ്ടായിരുന്നു. പാകിസ്ഥാൻ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നതെന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ 1956 തന്നെ ഭരണഘടനയുടെ രൂപപ്പെടുത്തലിൽ തന്നെ നമുക്ക് ലഭ്യമായി. അതുതന്നെയാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. തീവ്രമായിട്ടുള്ള മതസ്നേഹം, ഇസ്ലാമിക മതം എന്ന് പറയുന്ന ആ മതത്തെ ഉയർത്തി കാണിക്കുക എന്നുള്ളത്. അതിനെതിരെ ആരെങ്കിലും ഒരു ചെറിയ പ്രവൃത്തി ചെയ്യുകയോ ചെയ്താൽ അവരെ 10 വർഷം വരെ ജയിലിൽ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള പര്യാപ്തമായിട്ടുള്ള നിയമമായിരുന്നു അത്. ആ നിയമമാണ്, അഥവാ അതിനോടുള്ള ബന്ധത്തിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള അനേകം ചെറുതും വലുതുമായിട്ടുള്ള നിയമങ്ങളാണ് പാകിസ്ഥാനിലെ തീവ്രമായിട്ടുള്ള മതചിന്താഗതികൾക്ക് പുറകിലുള്ളതെന്നുള്ളത് വളരെ വസ്തുതാനിഷ്ഠമായിട്ടുള്ള കാര്യമാണ്. പാകിസ്ഥാൻ്റെ പീനൽ കോഡിൽ മാത്രമല്ല, എന്നാൽ മതനിന്ദയോടുള്ള ബന്ധത്തിലുള്ള അനേക സാമൂഹ്യ നിയമങ്ങളും പാകിസ്ഥാനിൽ നിലനിൽക്കുന്നുണ്ട്. അതിനുള്ളിൽ പ്രവാചകനായ മുഹമ്മദിന് എതിരെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞെങ്കിലോ, ഖുറാനെതിരെ ആരെങ്കിലും പറഞ്ഞുവെങ്കിലോ, ഒരു ചെറിയ പ്രവൃത്തിയോ അല്ലെങ്കിൽ പ്രവൃത്തിയെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആക്ഷൻസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവരെ പിടിച്ച് ജയിലിലിടുന്നതിന് വേണ്ടിയുള്ള വളരെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു നിയമമാണത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു ചെറിയ നിയമമല്ല അത്. ആ നിയമം 1956 മുതൽ പാകിസ്ഥാനിൽ വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. ആ നിയമമാണ് പാകിസ്ഥാനിലെ തീവ്രവാദത്തിന് വളം ഇട്ടുകൊടുക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ നിയമം പാകിസ്ഥാനിലെ ജനങ്ങളുടെ ഞരമ്പുകളിലൂടെ ഒഴുകുകയാണ്. അതവരുടെ തലച്ചോറിലുണ്ട്. ആ നിയമത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെതിരെ നിൽക്കുന്ന ഏത് ശക്തികളെയും, ഹൈന്ദവരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ബുദ്ധനാണെങ്കിലും, അവരെ കൊന്നൊടുക്കുക അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ നീങ്ങുന്ന മത തീവ്രവാദത്തിൻ്റെ ചിന്തകളും സങ്കല്പങ്ങളുമാണ് പാകിസ്ഥാനിലെ അനേകർക്കുള്ളത് എന്നുള്ളത് സ്പഷ്ടമാണ്. ഇതൊന്നും അറിയാത്ത നല്ലവരായിട്ടുള്ള മതഭക്തരായിട്ടുള്ളവർ അവിടെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുത തന്നെയാണ്. എന്നാൽ ഇങ്ങനെയുള്ള നിയമങ്ങളുടെ മറവിൽ വളർന്നത് മത തീവ്രവാദമുണ്ട്. ഇങ്ങനെയുള്ള നിയമങ്ങൾ ഏത് രാജ്യത്തുണ്ടെങ്കിലും അവിടെ വളരുന്നത് തീവ്രവാദമാണ്. ഒരു മതത്തിൻ്റെ പരിരക്ഷണം എന്നുള്ളതിനേക്കാൾ ഉപരി മറ്റുള്ള മതങ്ങളുടെ നശീകരണം എന്നുള്ളൊരു ഘടകവും ഇതിനുള്ളിൽ വന്നു ചേരുകയാണ്. ഈ ഒരു നിയമത്തിൻ്റെ ഉപദ്രവം ഏൽക്കുന്നത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, എന്നാൽ അഹമ്മദീയരും ഷിയ മുസ്ലിങ്ങളും ഈ ഒരു നിയമത്തിൻ്റെ ഇരകളാണെന്നുള്ളത്
പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ചെറുതായിട്ട് എവിടെയെങ്കിലും ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ പോലും അതിനെ ഒരു വലിയ വിഷയമാക്കി ദേശീയ തലത്തിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി പാകിസ്ഥാനിലെ മാധ്യമങ്ങളും തയ്യാറാകുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പാകിസ്ഥാൻ നന്നാകണമെന്നുണ്ടെങ്കിൽ മത തീവ്രവാദം അവിടെ നിന്ന് മാറിയേ മതിയാവുകയുള്ളൂ. മത തീവ്രവാദികളായിട്ടുള്ള കുറേ പേര് വന്ന് കാശ്മീർ താഴ്വരയിൽ നടത്തിയ ആക്രമണത്തിൻ്റെ ഇരയായിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരും പൊതുസമൂഹവുമാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തീവ്രവാദികളെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് അവരെ തകർക്കുന്നതിന് വേണ്ടിയുള്ള വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള അറ്റാക്കാണ് ഇന്ത്യൻ ആർമി നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഇതിൻ്റെ പ്രത്യാഘാതം നടക്കുന്നത് അല്ലെങ്കിൽ അത് അനുഭവിക്കുന്നത് അവിടുത്തെ ജനങ്ങളാണ്. അവരുടെ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന ജനങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തീവ്രവാദത്തെ മാത്രം നശിപ്പിക്കുവാനോ തീവ്രവാദികളെ മാത്രം തെരഞ്ഞുപിടിച്ച് നിർമൂലമാക്കുവാനോ ആർക്കും സാധ്യമാവുകയില്ല. തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് ഇതിൻ്റെ ഇമ്പാക്റ്റുകൾ ഉണ്ടാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീവ്രവാദികളെ ഇപ്പോൾ ഇന്ത്യക്കാർ വെറുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ തന്നെയായിരിക്കും ഇപ്പോൾ പാകിസ്ഥാനിലെ തീവ്രവാദികളെയും തീവ്രവാദത്തെയും വെറുക്കുന്നത് എന്നുള്ളത് സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. മത തീവ്രവാദം പാകിസ്ഥാനിൽ വിളയാടുന്ന സമയത്ത് അവിടെ നശിക്കുന്നത് പൊതുജനങ്ങളുടെ ജീവിതമാണ്. ഒരു ശാശ്വതമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പ് തന്നെയാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ വളരെ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ്. ക്രിസ്ത്യാനികൾ 2% മാത്രമാണ്. പാകിസ്ഥാനിൽ നിന്നുള്ളതല്ല, ഇന്ത്യയിലൊക്കെ നമ്മൾ ഒരുമിച്ച് ചരിത്രം പഠിക്കുന്ന സമയത്ത് പാകിസ്ഥാനിലും ഇന്ത്യയിലുമൊക്കെ അന്ന് ഒരു രാജ്യമായി അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശമായി നിൽക്കുകയായിരുന്നുവല്ലോ. പാകിസ്ഥാനും ഇന്ത്യയുമൊക്കെ ഒരു രാജ്യമായി ഇരുന്ന സമയത്താണ് ക്രിസ്ത്യാനിത്വം ഈ പ്രദേശത്തേക്ക് വന്നത്. അതേ പാകിസ്ഥാനിലും ഇന്ത്യയിലുമൊക്കെ ഈ ഒരു പ്രദേശത്തേക്ക് സുവിശേഷം ആദ്യം എത്തിച്ചത് അപ്പോസ്തലനായ തോമസ് എന്ന് പറയുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു എന്നുള്ളത് സ്പഷ്ടമായിട്ടുള്ള ചരിത്ര സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികൾക്കും അവകാശപ്പെടുവാനുള്ളത് 1-ാമത്തെ നൂറ്റാണ്ട് മുതലേ ക്രിസ്ത്യാനിത്വം ഞങ്ങളുടെ മണ്ണിൽ വന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ 16-ാമത്തെ നൂറ്റാണ്ട് വരെ ഈസ്റ്റേൺ സഭയുടെ കീഴിലായിരുന്ന പാകിസ്ഥാനിലെ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് മുരടിച്ച അവസ്ഥയിലായിരുന്നു. എന്നാൽ 19-ാമത്തെ നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്തേക്ക് വന്ന സമയത്താണ്, പ്രത്യേകിച്ച് പഞ്ചാബ് ഭാഗങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാരുടെ സ്വാധീനം വളരെ വലുതായിരുന്നു. അതോടുകൂടെ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്ന വിശ്വാസവും വിശ്വാസ പ്രമാണവും ആരാധനയും ഒക്കെ പഞ്ചാബിലും പാകിസ്ഥാനിൻ്റെ ഇപ്പോഴത്തെ ഭാഗങ്ങളിലുമൊക്കെ ചുവട് പിടിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ബ്രിട്ടീഷുകാർ വന്നതോടുകൂടെ അവരോട് കൂടെ വന്ന ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്ന ഈ മാർഗത്തിലേക്ക് പഞ്ചാബ് പ്രവിശ്യയിലും ആ ഭാഗങ്ങളിലുള്ളവരൊക്കെ വന്നു ചേരുവാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അന്നത്തെ എല്ലാ മതങ്ങളിലും നിലവിലിരുന്ന കാസ്റ്റ് സിസ്റ്റം അഥവാ ജാതീയ വ്യവസ്ഥ എന്നുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയുടെ പരിണിത ഫലമായിട്ടാണ്. കാസ്റ്റ് സിസ്റ്റം അഥവാ ജാതീയ വ്യവസ്ഥ എന്ന് പറയുന്നത് സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ഒരു മുന്നേറ്റവും നൽകാത്ത ഒരു അന്ധകാര നിബിഡമായിട്ടുള്ള ഒരു വ്യവസ്ഥിതി തന്നെയായിരുന്നു. എന്നാൽ അതിനുള്ളിൽ നിന്ന് വെളിയിൽ വന്ന എങ്ങനെയെങ്കിലും നോർമലായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന പോലെ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ആഗ്രഹിച്ചവരുടെ ഇടയിലേക്കാണ് ക്രിസ്ത്യാനിത്വം വന്നത്. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയ്ക്കും മറ്റുള്ള സോഷ്യൽ ഡിസ്ക്രിമിനേഷൻസിനും മുകളിലാണ്, അതീതമായതിനാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിശ്വാസത്തിലേക്ക് അവർ വന്നു എന്നുള്ളത് മറ്റൊരു ചരിത്ര വസ്തുതയാണ്. ഇന്ത്യയിലെ പഞ്ചാബിൻ്റെ ഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവനുമുള്ള പ്രദേശങ്ങളിലുള്ള ഒരു ചരിത്ര വസ്തുത തന്നെയാണ്. ക്രിസ്ത്യാനിത്വം ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി. മതത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ജാതീയ വ്യവസ്ഥിതിയുടെ അടിമത്തത്തിൽ നിന്നും വിദ്യാഭ്യാസമില്ലായ്മയുടെ അവസ്ഥയിൽ നിന്നൊക്കെ വെളിയിൽ വന്ന് പഠിച്ചും മുന്നേറിയും വളർന്നും സ്വതന്ത്രരാകുവാൻ സാധ്യമാകും എന്നുള്ള ചിന്ത തന്നെ നൽകിയത് ക്രിസ്തീയ സുവിശേഷ പ്രവർത്തകരുടെ ഭരണിത ഫലമായിരുന്നു എന്നുള്ളത് ഇന്ത്യ നമ്മളോട് പറയുന്ന ഒരു ചരിത്ര വസ്തുത തന്നെയാണ്. 1947 പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെട്ടു എങ്കിലും ക്രിസ്ത്യാനികൾ 2 വിഭാഗത്തിലേക്കും 2 രാജ്യങ്ങളിലേക്കും പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പാകിസ്ഥാനിലെ 1956 നിയമം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് മാത്രമല്ല, അവിടെയുള്ള മറ്റുള്ള മതവിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും അവർ പ്രതീക്ഷിക്കാത്ത ഒരു നിയമം തന്നെയായിരുന്നു. 1956 മുതൽ 2025 വരെയുള്ള ഈ സമയങ്ങളിൽ എത്രയോ പേരാണ് മതനിന്ദ എന്ന് പറയുന്ന ആ ഒരു നിയമത്തിൻ്റെ കീഴിൽ പീഡിപ്പിക്കപ്പെടുന്നത്. 2009 അസിയ ബീബി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി സഹോദരി പാകിസ്ഥാനിൽ പെട്ടെന്ന് ഫേമസ് ആയി അല്ലെങ്കിൽ പ്രശസ്തിയായി. അവൾ പ്രശസ്തിയായതിൻ്റെ പുറമുള്ള കാരണം എന്ന് പറയുന്നത് ജോലിക്കാരുടെ ഇടയിൽ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്ന മാർഗത്തെക്കുറിച്ച് അവളുടെ വിശ്വാസത്തെക്കുറിച്ച് എന്തോ പറഞ്ഞ് ചെറിയൊരു തർക്കം ഉണ്ടായി എന്നുള്ള ഒരു കാര്യമാണ്. അവളുടെ കൂടെ ജോലി ചെയ്തിരുന്ന മുസ്ലിം സഹോദരിമാരുടനെ അവരുടെ നിറം മാറുകയും അവർ പറഞ്ഞു, ഇവൾ അസിയ ബീബി പറയുന്നത് മതനിന്ദയാണ്, ആകിയാൽ ഇവളെ ജയിലിൽ പിടിച്ചിടണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. 2010 അസിയ ബീബിയെ കോടതിയിൽ കൊണ്ടുപോയി അവൾ കുറ്റം ചെയ്തു എന്നുള്ളത് അവരുടെ സാഹചര്യ തെളിവുകൾ കൊണ്ട് അവർ പ്രൂവ് ചെയ്തു. 2010 അസിയ ബീബിയെ ജയിലിലടച്ചു. ജയിലിലടക്കുക മാത്രമല്ല, അവളെ കൊല്ലുന്നതിന് വേണ്ടി വിധിച്ചു.
10 വർഷം ജയിലിൽ കിടന്നതിന് ശേഷം കൊല്ലുക എന്നുള്ളതാണ് മതനിന്ദയ്ക്കുള്ള ശിക്ഷയെന്ന് പറയുന്നത്. 2010 മുതൽ 2018 വരെ 8 വർഷം അവൾ തടവിൽ വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. 2018 ആയ സമയത്ത് അസിയ ബീവി കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് സുപ്രീം കോടതിക്ക് വ്യക്തമായി. സുപ്രീം കോടതി 2018 അവളെ വെറുതെ വിടുന്നതിനു വേണ്ടി നിയമം ഇറക്കി, അല്ലെങ്കിൽ ഉത്തരവിറക്കി. എന്നാൽ പാകിസ്ഥാനിലെ TLP എന്ന് പറയുന്ന ഒരു പാർട്ടി ഇതിനെതിരെ വളരെ ശക്തമായി വരികയും അവളെ കൊല്ലണമെന്നുള്ള വളരെ വലിയ ഡിമാൻഡ് പാകിസ്ഥാനിലെ കോടതിക്ക് മുമ്പിൽ വെക്കുകയും വളരെ വലിയ ജനകീയമായിട്ടുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, അനേക ലോകരാഷ്ട്രങ്ങളും അനേക ലോകത്തിലെ ഏജൻസികളും ഇതിനോടുള്ള ബന്ധത്തിൽ ഇടപെട്ടു. പാകിസ്ഥാന് അവളെ കൊല്ലുവാൻ സാധ്യമാകാത്ത സ്ഥിതിവിശേഷണം ഉണ്ടായി. 2021 കാനഡയിലേക്ക് അവൾ അഭയാർത്ഥിയായി വന്നു എന്നുള്ളതാണ് പിന്നീട് നടന്ന കഥ എന്ന് പറയുന്നത്. ഇത് ഒരു ചെറിയ സംഭവം മാത്രമാണ്. എന്നാൽ 2020 മുതൽ ഈ ഒരു നിയമം വളരെ കഠിനമായി പാകിസ്ഥാനിൽ നിലവിലുണ്ട്. ഈ നിയമം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. ഇതിന് തെളിവൊന്നും ആവശ്യമില്ല. നമുക്ക് ജോലി സ്ഥലത്ത് ഒരാളെ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അയൽപ്പക്കംകാരൻ നമ്മുടെ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തെങ്കിലോ, സ്കൂളിൽ കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടെങ്കിലോ, അതെല്ലാം ഈ ബ്ലാസ്ഫമി എന്ന് പറയുന്ന ഈ നിയമത്തിൻ്റെ കീഴിൽ ഇടുകയും അനേക പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമൊക്കെ ഈ ഒരു നിയമത്തിൻ്റെ കീഴിൽ വന്ന് വളരെയധികം ഡിസ്ക്രിമിനേഷൻസ്, സോഷ്യൽ ഡിസ്ക്രിമിനേഷൻസ് പാകിസ്ഥാനിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീവ്രമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കേസുകളിൽ ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ അവർക്ക് വേണ്ടി ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആരും മുന്നോട്ട് വരാറില്ല. അവർക്ക് വേണ്ടി വാദിക്കുന്നതിന് വേണ്ടി ലോയേഴ്സ് മുന്നോട്ട് വരാറില്ല. അഥവാ മുന്നോട്ട് വന്നെങ്കിൽ പോലും മുന്നോട്ട് വന്നിട്ടുള്ളവരെ കൊന്ന ചരിത്രമാണ് പാകിസ്ഥാന് പറയാനുള്ളത്. പാകിസ്ഥാനിലെ പബ്ലിക് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്നത് നിർബന്ധമാണ്. പ്രൈവറ്റ് സ്കൂളുകൾ ഒത്തിരി പാകിസ്ഥാനിലുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സ്കൂളുകൾ. എന്നാൽ ക്രിസ്ത്യൻ സ്കൂളുകളെ മുഴുവനും തകർത്ത് കുഞ്ഞുങ്ങളെ മുഴുവനും പബ്ലിക് സ്കൂളുകളിലേക്ക് പറഞ്ഞുവിട്ട് അവിടെ ഇസ്ലാമിക് സ്റ്റഡീസിലൂടെ കടത്തിവിടുക എന്നുള്ളതും പാകിസ്ഥാനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. അനേകം ക്രിസ്തീയ ഭവനങ്ങളും ക്രിസ്തീയ ആരാധനാലയങ്ങളും അനേക കെട്ടിടങ്ങളും തകർത്ത കഥ പാകിസ്ഥാന് പറയുവാനുണ്ട്. പാകിസ്ഥാനിലെ പല ക്രിസ്ത്യാനികളും ദരിദ്രരാണ്. പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുരുഷന്മാർക്ക് കിട്ടുന്ന ജോലികൾ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന ജോലികൾ ഒക്കെ തന്നെയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അശുദ്ധമാകുന്ന ചില ജോലികളുണ്ട്. പ്രത്യേകിച്ച് മാലിന്യങ്ങൾ നീക്കുക എന്ന് പറയുന്ന ജോലി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ അശുദ്ധമാക്കുന്ന കാര്യമാണ്. എന്നാൽ ക്രിസ്ത്യാനികളാണ്, പാകിസ്ഥാനിലെ ക്രിസ്തീയ സഹോദരന്മാരാണ് ഈ ജോലി പരിപൂർണമായും ചെയ്യുന്നത്. മനുഷ്യമാലിന്യവും മൃഗമാലിന്യവും മറ്റുള്ള ഓടമാലിന്യവും എല്ലാം പാകിസ്ഥാനിൽ ക്ലീൻ ചെയ്യുന്നത് ക്രിസ്ത്യാനികളായിട്ടുള്ള സഹോദരന്മാരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ക്രിസ്തീയ യുവതികളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി വിവാഹം കഴിച്ച് മുസ്ലിങ്ങളാക്കി ആ രീതിയിൽ മുസ്ലിം വൽക്കരണം നടത്തുക എന്നുള്ളൊരു കാര്യം പാകിസ്ഥാന് നിലവിലുണ്ട്. 2020 മുതൽ 2021 വരെയുള്ള ഒറ്റ വർഷം ഏകദേശം 1000 ക്രിസ്തീയ യുവതികളെയാണ് ഇപ്രകാരം തട്ടിക്കൊണ്ടുപോയെന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അഥവാ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും മുസ്ലിങ്ങളുടെ വിശുദ്ധമായിട്ടുള്ള സ്ഥലത്തിലൂടെ അല്ലെങ്കിൽ ഒരു ബെറിയൽ ഗ്രൗണ്ടിലൂടെ നടന്നു നീങ്ങുകയാണെങ്കിൽ പോലും അതിനെതിരെ ബ്ലാസ്ഫമി എന്നുള്ള ലോ ഉപയോഗിക്കുന്ന അത്രയ്ക്കും തീവ്രമായിട്ടുള്ള നിയമത്തിൻ്റെ യൂസ് മാത്രമല്ല മിസ്യൂസ്, ദുരുപയോഗമാണ് ആ രാജ്യത്ത് നടക്കുന്നത്. ഇതാണ് പ്രശ്നം. മതത്തിൻ്റെ കണ്ണുകളിലൂടെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ മുഴുവനും ശത്രുക്കളാണ്. ഇന്ത്യ അങ്ങോട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് മുസ്ലിങ്ങൾ എന്നുള്ള രീതിയിലല്ല യുദ്ധം ചെയ്യുന്നത്. മുസ്ലിങ്ങൾ സഹോദരങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനുള്ള മനോവിശാലത എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്കുണ്ട്. മതമല്ല മനുഷ്യനെ നിർണ്ണയിക്കുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. മനുഷ്യർ എന്നുള്ള പൊതുബോധം മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറുന്ന സമയത്ത് തീവ്രവാദം അവിടെ ഉടലെടുക്കുകയാണ്. മതത്തിൻ്റെ കണ്ണുകളിലൂടെ അല്ലെങ്കിൽ സഭയുടെ കണ്ണുകളിലൂടെ നമ്മൾ ആരെയും കാണരുത്. നമ്മുടെ അയൽപ്പക്കങ്ങളിലുള്ളവരെ നമ്മൾ ആ രീതിയിൽ നോക്കരുത്. അത് ഇന്ത്യയിലാണെങ്കിൽ പോലും നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ളവരാണെങ്കിൽ പോലും രാഷ്ട്രീയ പാർട്ടികളും മതമേലസ്ഥന്മാരും ഒരിക്കലും അങ്ങനെയുള്ള ആഹ്വാനങ്ങൾ നടത്തരുത്. മതം ഒരിക്കലും നമ്മളുടെ ഐഡൻറ്റിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു കാര്യമായി തീരരുത്. എന്നാൽ അങ്ങനെ ആയി തീർന്നാൽ ആ രാജ്യത്തിൻ്റെ അധപ്പതനം തുടങ്ങുമെന്നുള്ളത് അത് നമ്മളെ ചരിത്രത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന പാഠം തന്നെയാണ്. ഇന്ത്യ പാകിസ്ഥാനിലെ തീവ്രവാദികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പാകിസ്ഥാനിലെ തീവ്രവാദികൾ ശ്രമിക്കുന്നത് ഇന്ത്യക്കാരെ മുഴുവനും നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ത്യയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 28 സംസ്ഥാനങ്ങളുണ്ട്, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അതിൽ 12 സംസ്ഥാനങ്ങളിലും മതപരിവർത്തന നിയമം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. തീവ്രവാദം വളരുന്നതിന് വേണ്ടി മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. എല്ലാ മതവും പ്രസംഗിക്കപ്പെടുവാനും എല്ലാ മതത്തെയും ആചരിക്കുന്നതിനു വേണ്ടിയുള്ള പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ത്യയുടെ മതേതര ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. അതൊരു പക്ഷേ ഒരു കാലയളവിൽ ഒരു മതം കൂടുതൽ വളർന്നേക്കാം, ഒരു മതത്തിന് ഒരു ശോഷണം സംഭവിച്ചേക്കാം. എന്നാൽ ഒരു മതം വളരുന്ന സമയത്ത് ആ മതത്തെ പിടിച്ചുകെട്ടുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ ഒരു രാജ്യവും ഒരു സംസ്ഥാനവും പാസ്സാക്കരുത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവരോടൊക്കെ അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇന്ത്യയിലെ രാജസ്ഥാനിലും അരുണാചൽ പ്രദേശിലും
ഛത്തീസ്ഗഡിലും ഗുജറാത്തിലും ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഒഡീസ, ഉത്തരാഖണ്ഡ്, UP എന്നീ സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം നിലവിലിരിക്കുന്നു എന്നുള്ളത് നാണക്കേട് തന്നെയാണ്. ഇന്ത്യ ഭരണഘടനയോടുള്ള വെല്ലുവിളിയായി നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. എത്രയോ ക്രിസ്ത്യാനികളായിട്ടുള്ള സഹോദരങ്ങൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ട്. അവർ സുവിശേഷം പറഞ്ഞു എന്നുള്ളതിൻ്റെ കാരണത്താൽ. ഒരു രാജ്യത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത് ബാഹ്യശക്തികൾ മാത്രമല്ല, എന്നാൽ നമ്മുടെ ഉള്ളിൽ തന്നെ സങ്കുചിത മനോഭാവത്തോടുകൂടെ നമ്മൾ തന്നെ മെനഞ്ഞെടുക്കുന്ന നിയമങ്ങൾ, നമ്മൾ തന്നെ പ്രായോഗികമാക്കുവാനായി ശ്രമിക്കുന്ന ചില കിരാത നിയമങ്ങൾ നമ്മുടെ തന്നെ നാശത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും എന്നുള്ളതിൻ്റെ മകുടോദാഹരണം തന്നെയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. മത തീവ്രവാദം, അത് ഹൈന്ദവ മത തീവ്രവാദമാണെങ്കിലും ക്രിസ്തീയ തീവ്രവാദമാണെങ്കിലും മുസ്ലിം തീവ്രവാദമാണെങ്കിലും തീവ്രവാദം തന്നെയാണ്. അത് ഒരിക്കലും ഒരു മണ്ണിലും ഒരു ഹൃദയത്തിലും വേരൂന്നരുത് എന്നുള്ളത് തന്നെ നമ്മൾ പഠിക്കേണ്ട പാഠം തന്നെയാണ്. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അയൽക്കാരൻ ആരാണെങ്കിലും സ്നേഹിക്കണം. മറ്റുള്ളവർ നിന്നോട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നീ അവരോട് ചെയ്ത് അവർക്ക് നന്മ കാണിക്കണം. നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് മാനവജാതിക്കു വേണ്ടി സ്വന്തം ശരീരം ബലിയായി നൽകിയ യേശുക്രിസ്തുവിൻ്റെ അനുയായികൾ ഈ രാജ്യങ്ങളിലും സമൂഹങ്ങളിലുമെല്ലാം ദുരിതത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് രാജ്യസ്നേഹം ഉള്ളിൽ തുളുമ്പി നിൽക്കെ തന്നെ കണ്ണുനീരോടുകൂടെ ഓർക്കുകയാണ്.